ഇത് ചരിത്രപ്പിറവിയാണ്, ഇത് പുതുയുഗ പിറവിയാണ്. 3125 ബസ്സുകളിൽ കേരളത്തിൽ യാത്ര ചെയ്യുന്ന വനിതകൾക്ക് അവരുടെ യാത്ര സൗജന്യമാക്കുന്ന ഹിസ്റ്റോറിക്കലായിട്ടുള്ള. ഷാഫി പറമ്പിലിന് കയ്യടിയും അതുപോലെ ബിന്ദു കൃഷ്ണയ്ക്ക് പായസമേറും. ഇന്ന് പ്രിയദർശിനി KSRTC സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യ പദ്ധതിയുടെ ആരംഭവുമായിട്ട് ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വൻ ജനപിന്തുണയാണ് ഷാഫി പറമ്പിലിന് ജനങ്ങൾ കൊടുത്തത്. കയ്യടിയും അതുപോലെ എന്തുമാത്രം നല്ല മനോഹരമായ കമൻറ്റുകളാണ് ആ ലൈവിനകത്ത് എനിക്ക് കാണാൻ സാധിച്ചത്. ഓക്കെ, അതിനുശേഷം വേറൊരു സംഭവം കൂടെ ഇന്നത്തെ ഈ ഒരു പ്രിയദർശിനി KSRTC സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ ആയിട്ട് നടത്തുന്ന ഈ ഒരു സംരംഭത്തിൽ വേറൊരു സംഭവം കൂടെ നടന്നിട്ടുണ്ട്. ബിന്ദു കൃഷ്ണയുടെ തലയിൽ പായസം കൊണ്ട് എറിഞ്ഞത്, ചൂട് പായസം. അപ്പോൾ അതെല്ലാവരും കണ്ടു കാണും. അപ്പം എന്തായാലും ബിന്ദു കൃഷ്ണയുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് വെള്ളാപ്പള്ളിയെ പോയി കണ്ട് മുമ്പിൽ കുമ്പിട്ട് നിന്ന് കൈ തൊഴുത് നമസ്കരിക്കുന്ന ബിന്ദു കൃഷ്ണയുടെ ഓരോ ചേഷ്ടകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഒട്ടും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. എന്തിന് ബിന്ദു കൃഷ്ണ അവിടെ പോയി, എന്തിനാണ് അങ്ങനെ കുമ്പിട്ട് നിന്നത് എന്ന ചോദ്യങ്ങൾക്ക് ഇതുവരെ ബിന്ദു കൃഷ്ണ മറുപടി പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഒരു വനിതാ രാഷ്ട്രീയ നേതാവായിരുന്നു. പക്ഷേ ആ ഒരു പ്രവൃത്തിയോടുകൂടി എനിക്ക് അവരോടുള്ളൊരു ബഹുമാനം നഷ്ടപ്പെട്ടു. കാരണം വർഗീയത മാത്രം വിളമ്പി വർഗീയത മാത്രം തുപ്പി നടക്കുന്ന വെള്ളാപ്പള്ളിയെ പോയി കണ്ട് കുമ്പിട്ട് നിൽക്കണമെങ്കിൽ അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ചേതോ വികാരമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. മാത്രമല്ല വി ഡി സതീശൻ വരെ പറഞ്ഞിട്ടുള്ളതാണ്. ഇലക്ഷന് സമയമായപ്പോഴത്തേക്ക് വി ഡി സതീശനെതിരെ വെള്ളാപ്പള്ളി വിഷം ചീറ്റിയതും വർഗീയത വിളമ്പിയതൊക്കെ നമ്മൾ കണ്ടതാണ്. വി ഡി സതീശൻ വർഗീയത വിളമ്പുന്ന ഇതുപോലുള്ള ടീംസിനെയൊക്കെ അകറ്റി നിർത്തിയതും നമ്മൾ കണ്ടതാണ്. അപ്പം വി ഡി സതീശനെ വരെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഈ പറഞ്ഞിട്ടുള്ള ബിന്ദു കൃഷ്ണയുടെ ഈ ഒരു പ്രവൃത്തി. ഓക്കെ, എന്തായാലും ഷാഫി പറമ്പിലെ ലൈവ് ഇന്നത്തെ KSRTC സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായി ഇന്ന് ലൈവായിട്ട് ഒരു വീഡിയോ ഷാഫി പറമ്പിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ വെച്ച് തരാം. അതിനുശേഷം നമുക്ക് ബിന്ദു കൃഷ്ണയുടെ തലയിൽ പായസം എറിഞ്ഞ് പ്രവർത്തകർ ഈ പറഞ്ഞിട്ടുള്ള അഭിനന്ദനങ്ങൾ ആഘോഷിക്കുന്നതും അതുമാത്രമല്ല അതിൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റുകൾ മൊത്തവും ബിന്ദു കൃഷ്ണയ്ക്ക് എതിരായിട്ടായിരുന്നു. ബിന്ദു കൃഷ്ണയെ തെറിവിളിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളിയുടെ അടുത്ത് പോയി കുമ്പിട്ട് നിന്നതിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് തലയിൽ പായസം വീണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. എനിക്ക് അതല്ല ഏറ്റവും വലിയ രസകരമായിട്ട് തോന്നിയത്. അതിനൊക്കെ ശേഷം വെള്ളാപ്പള്ളിയെ പോയി കണ്ടതിന് ശേഷം ബിന്ദുകൃഷ്ണ തിരിച്ചു വരുന്നിട്ട് മാധ്യമങ്ങൾ ബിന്ദുകൃഷ്ണയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് വെള്ളാപ്പള്ളിയെ പോയി കണ്ടത്, എന്ത് ആവശ്യത്തിനാണ് അവിടെ പോയി കുമ്പിട്ടെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഇവരൊരു മറുപടി പറയുന്നുണ്ട്. എല്ലാവർക്കും ക്ഷീര കർഷക ആശംസകൾ, അങ്ങനെ എന്തോ ഒരു മാങ്ങാത്തൊലി, എന്തു പാടി ഇതൊക്കെ. അപ്പോൾ എന്തായാലും ഉത്തരം മുട്ടിയോണ്ടാണ് അതും പറഞ്ഞ് കണ്ടമൊഴി ഓടിയെന്ന് എനിക്ക് തോന്നിയത്. എന്തായാലും അതൊരു ഭയങ്കര നെഗറ്റീവ് ഉണ്ടാക്കി കളഞ്ഞു അല്ലേ. അപ്പോൾ എന്തായാലും ഷാഫി പറമ്പിൽ പറയുന്ന അതും കൂടെ ഒന്ന് കേട്ട് നോക്കാം. ഷാഫി പറമ്പിലിന് ജനങ്ങൾ വൻ സപ്പോർട്ടാണ് ആ ഒരു ലൈവിൽ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഷാഫി പറമ്പിൽ പറയുന്നതൊന്ന് കേട്ട് നോക്കേ. പ്രിയപ്പെട്ടവരെ, ഒരു ചരിത്ര യാത്രയിലാണ്, പുതുയുഗ പിറവിയിലാണ്. നമ്മുടെ KSRTC ബസ്സുകളിൽ സൗജന്യമായി നമ്മുടെ സഹോദരിമാർക്ക് നടത്തുന്ന യാത്ര കോഴിക്കോട് ജില്ലാസ്ഥാനത്തെ ഡിപ്പോയിൽ നിന്ന് 100 കണക്കിന് പ്രിയപ്പെട്ട സഹോദരിമാർക്കൊപ്പം ഈ യാത്രകൾ ഇന്ന് ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട MK രാഘവൻ MP അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത യാത്രയിൽ കോഴിക്കോട് നോർത്തിന്റെ MLA പ്രിയപ്പെട്ട ജയന്ത്, പ്രിയപ്പെട്ട കൊയിലാണ്ടി MLA പ്രവീൺ കുമാർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഫൈസൽ ബാബു ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, വിദ്യാ ബാലകൃഷ്ണൻ, അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മിലിച്ചേച്ചി, ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഈ സന്തോഷ നിമിഷം നിങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ എല്ലാവരും ഒന്നിച്ച് ഈ യാത്ര നടക്കുകയാണ്. ഇത് വെറും ഒരു ഫ്രീബി അല്ല, ഇത് യഥാർത്ഥത്തിൽ ഒരു സാമൂഹ്യ സാമ്പത്തിക വിപ്ലവമാണ്. ഇപ്പൊ ഞാൻ ഇവിടുത്തെ KSRTC ഒഫീഷ്യൽസിനോട് ചോദിച്ചതാണ്, ഇവിടുന്ന് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ടിക്കറ്റ് 28 രൂപയാണ്, തിരിച്ചുള്ള ടിക്കറ്റും 28 രൂപ. ഒരു ദിവസം
നിരന്തരമായി ജോലിക്കോ പഠനാവശ്യങ്ങൾക്കോ മറ്റൊക്കെ യൂണിവേഴ്സിറ്റി വരെയുള്ള ഒരു ദൂരം കവർ ചെയ്യുന്ന ഒരാൾ ഒരു ദിവസം സേവ് ചെയ്യുന്നത്, ഒരു വനിത സേവ് ചെയ്യുന്നത് 56 രൂപയാണ്. 25 ദിവസം ഒരു മാസം ഈ ആവശ്യങ്ങൾക്ക് അവിടെ പോകേണ്ടി വരുമെങ്കിൽ ഒരു മാസം അവർ ഏകദേശം 1400 രൂപ സേവ് ചെയ്യാം. 100 രൂപയുടെ യാത്ര ഒരു വനിത ഒരു ദിവസം നടത്തുന്നുണ്ടെങ്കിൽ 25 ദിവസം അവർക്ക് യാത്രയുണ്ടെങ്കിൽ, ജോലി ഉണ്ടെങ്കിൽ, പഠനാവശ്യമുണ്ടെങ്കിൽ അവര് സേവ് ചെയ്യുന്നത് എത്രയായിരിക്കും? 25 ദിവസത്തേക്ക് 100 വെച്ച് 2500 രൂപ ഒരു മാസം അവർ സേവ് ചെയ്യാൻ. ഇതൊരു അഡീഷണൽ ഇൻകമാണ്, ഇതൊരു വരുമാന മാർഗം പോലെയാണ്, ഇത് സാമൂഹ്യ പെൻഷൻ പോലെ അവർക്കൊരു ഷുവർട്ടിയാണ്. ഇപ്പോ കോഴിക്കോട് നിന്ന് ഗുരുവായൂരിൽ കണ്ണനെ തൊഴാൻ പോകുന്ന ഒരാള്, ഒരു വനിത ഒരു ഓർഡിനറി KSRTC ബസ്സിൽ കയറുമ്പോൾ അവിടെ യാത്ര കൊടുക്കേണ്ടി വരുന്നത് 133 രൂപയാണ്. തിരിച്ചു വരുമ്പോൾ 133 ചേർത്ത് 266 രൂപ അവരൊരു ദിവസം സേവ് ചെയ്യാൻ. ഇവിടുന്ന് മാനന്തവാടിയിലേക്ക് പോകുന്ന ഒരാൾ കൊടുക്കേണ്ടി വരുന്നത് 130 രൂപയാണ്. തിരിച്ചു വരുമ്പോൾ അത് 260. അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി, ഞാൻ ചില ഉദാഹരണങ്ങൾ പറയുന്നു. ഈ ബസ്സുകൾ പലതും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നതും വരുന്നതും, വയനാട് ബസ്സുകളൊക്കെ. അപ്പൊ അത്തരത്തിൽ മെഡിക്കൽ കോളേജിന്റെ ചികിത്സാർത്ഥം പോവേണ്ടി വരുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, അവർക്ക് ഈ തീരുമാനം കൊണ്ടുണ്ടാവുന്ന ഗുണം ഞാൻ പറയുന്നു, ഇത് വെറും ഒരു സൗജന്യ യാത്രയുടെ കാര്യമല്ല, ഇത് ഒരു സോഷ്യൽ ഫിനാൻഷ്യൽ, ഒരു സോഷ്യോ എക്കണോമിക് റെവല്യൂഷനാണ്, ഒരു സാമൂഹിക സാമ്പത്തിക വിപ്ലവമാണ് ഈ തീരുമാനത്തിലൂടെ പ്രിയപ്പെട്ട VD സതീഷിന്റെ നേതൃത്വത്തിലുള്ള UDFന്റെ ഗവൺമെന്റ്, ശ്രീ CP ജോണിന്റെ നേതൃത്വത്തിലുള്ള വകുപ്പ് നടപ്പിലാക്കുന്നത്. കോഴിക്കോടിന് മറ്റൊരു അഭിമാനം കൂടിയുണ്ട്. ഈ ജില്ലയിൽ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇതുപോലെ ഒരു ആ ബസ്സിൽ യാത്ര ചെയ്ത് ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്, ഉറപ്പാണ്. അന്ന് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, ശ്രീ KC ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ വന്ന് ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, സ്ഥാനാർത്ഥികൾ അവരൊന്നിച്ച് യാത്ര ചെയ്ത് കോഴിക്കോട് ജില്ലയിൽ ഒരു ബസ് യാത്രയിൽ അദ്ദേഹം ഉറപ്പ് കൊടുത്തു, ഇത് കേരളത്തിൽ നടപ്പിലാക്കുമെന്ന്. ശ്രീ VD സതീശൻ സർക്കാർ അധികാരത്തിലേറ്റിട്ട് ഒരു മാസമാണ് തികയുന്നത്. സർക്കാർ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ മാസങ്ങളും വർഷങ്ങളും കാത്തിരിക്കുന്ന ഒരു സാഹചര്യമല്ല. കഴിയാവുന്നത് ടൈം ബൗണ്ടായി ചെയ്യാൻ ഇതുവരെ കേരളത്തിൽ ഒരു ഗവൺമെന്റും ചെയ്തിട്ടില്ലാത്തത്. മറ്റാരെങ്കിലും ചെയ്തു വെച്ചതിനെ ബെറ്റർ ചെയ്യാനല്ല, വേറെ ആരെങ്കിലും പ്രഖ്യാപിച്ചതിനെ തുടങ്ങാനല്ല, പുതിയത് പ്രഖ്യാപിച്ച് പുതിയത് തുടങ്ങി ഒരു പുതുയുഗം കേരളത്തിൽ സാധ്യമാക്കാനാണ് ഈ തീരുമാനം കൊണ്ട് സാധിച്ചിട്ടുള്ളത്. ഇത് ചരിത്രപ്പിറവിയാണ്, ഇത് പുതുയുഗ പിറവിയാണ്. 3125 ബസ്സുകളിൽ കേരളത്തിൽ യാത്ര ചെയ്യുന്ന വനിതകൾക്ക് അവരുടെ യാത്ര സൗജന്യമാക്കുന്ന ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഡിക്ലറേഷൻ യാഥാർത്ഥ്യമാവുന്ന ദിനം. ഇതിനുവേണ്ടി കാത്തിരുന്നവർ, ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർ, ഇത് ഉറപ്പുവരുത്താൻ വേണ്ടി തെരഞ്ഞെടുപ്പുകളിൽ ജോലി ചെയ്തവർ ഉൾപ്പെടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ. ചേച്ചി ഒരു ഹായ് പറഞ്ഞോ. ഒരു ഓക്കെ, കണ്ടല്ലോ. അപ്പം ഈ ഒരു ലൈവിന് ഷാഫി പറമ്പിലിന് ഒരുപാട് ആളുകൾ ഭയങ്കര പിന്തുണയാണ് കൊടുത്തത്. ഈ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് UDF സർക്കാരിനൊക്കെ ഭയങ്കര ഒരു പിന്തുണയാണ് ജനങ്ങൾ കൊടുത്തത്. എല്ലാവരും ഹാർട്ടിൻ്റെ സിമ്പലും അതുപോലെ ഒരുപാട് നല്ല നല്ല കമൻറ്റുകളാണ് ഇതിൻ്റെ അടിയിൽ വന്ന് ജനങ്ങൾ ഇട്ടേക്കുന്നത് ഞാൻ കണ്ടത്. അപ്പം തൊട്ടപ്പുറത്തോട്ട് പോകുകയാണെങ്കിൽ ബിന്ദു കൃഷ്ണയുമായിട്ട് ബന്ധപ്പെട്ട് ബിന്ദു കൃഷ്ണയുടെ തലയിൽ ചൂട് പായസം ഒഴിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസിൻ്റെ അടിയിൽ നോക്കുമ്പോഴത്തേക്കും മൊത്തവും ബിന്ദു കൃഷ്ണയ്ക്ക് എതിരായിട്ടുള്ള കമൻറ്റുകളാണ്. വെള്ളാപ്പള്ളി അനുഗ്രഹിച്ച തലയിൽ അനുഗ്രഹിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പായസം വീണത്, വെള്ളാപ്പള്ളിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും, വെള്ളാപ്പള്ളിയുടെ അനുഗ്രഹം ബിന്ദു കൃഷ്ണയ്ക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചിരിക്കാൻ വകയായിട്ടുള്ള കമൻറ്റുകളും ഒരുപാട് തെരുവിളികളൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ആ ഒരു വീഡിയോയും കൂടെ കണ്ടുവെക്കാം, അതും കൂടെ ഒന്ന് കണ്ടുവെക്കാം. കൃഷ്ണയുടെ തലയിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിൽ ചൂട് പായസം വീണു. കൊല്ലം KSRTC ഡിപ്പോയിൽ നടന്ന ഈ പ്രിയദർശിനി ബസ് ഉദ്ഘാടന പരിപാടിയിലായിരുന്നു ഇങ്ങനെയൊരു സംഭവം. കണ്ണൻ നായരുടെ മിനിസ്റ്ററും പെട്ടെന്ന് പേടിച്ചു പോയെന്ന് തോന്നുന്നു. ഇതാരോ ആവേശത്തോടെ കയ്യിൽ പിടിച്ച പായസ കപ്പുമായി കൈ ഉയർത്തിയതാണോ, അങ്ങനെ പറ്റിയതാണോ?
എന്താ സംഭവിച്ചെന്നറിയില്ല ദിവിഷ്. മിനിസ്റ്റർ അടക്കമുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. കാര്യം ഇന്ന് വലിയ സന്തോഷത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ ഉള്ളത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഇവിടെ പായസ വിതരണമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ പായസത്തിൽ ഒരു ചെറിയ കപ്പിനകത്ത് ഒരു പായസം കൊണ്ടുവന്ന് അവിടെ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഏതോ പ്രവർത്തകയോ പെട്ടെന്ന് പായസം മുമ്പോട്ടെടുത്താന്ന് തോന്നുന്നു. പെട്ടെന്ന് മന്ത്രിയുടെ തലയിലേക്ക് വീഴുകയാണ്. മന്ത്രി ഞെട്ടിത്തിരിച്ചു പോയി. ആ ഉദ്ഘാടനത്തിന് തൊട്ട് മുമ്പ് ഉദ്ഘാടനം ഫ്ലാഗ് ഓഫ് ചെയ്തു. അതിനുശേഷം യാത്ര തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് സംഭവം ഉണ്ടായത്. ഇത് ആരുടെ കയ്യിൽ നിന്നാണ് ഇത് വീണതെന്നോ ആരാണിത് തലയിലേക്ക് ഒഴിച്ചതെന്നോ ഒന്നും അറിയില്ല. പക്ഷേ വീണത് മന്ത്രിയുടെ തലയിലാണ്. നല്ല ചൂടുള്ള പായസമായിരുന്നു, ആ വെട്ടിത്തിളയ്ക്കുന്ന പായസമായിരുന്നു. പെട്ടെന്ന് ആ പ്രവർത്തകരും അതുപോലെ തന്നെ ബാക്കിയുള്ള വനിതാ പ്രവർത്തകരൊക്കെ തന്നെ ചേർന്ന് തുണി ഉപയോഗിച്ച് തലയിൽ വീണ പായസമൊക്കെ തന്നെ തുടച്ചു മാറ്റിയും. ആ സമയത്ത് വലിയ ബുദ്ധിമുട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അല്പനേരം യാത്ര ചെയ്തു. ചിന്നക്കട വരെ മാത്രമേ മന്ത്രി യാത്ര ചെയ്തുള്ളൂ. അവിടെ യാത്ര ചെയ്ത് ആ യാത്ര അവിടെ അവസാനിപ്പിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. ആശുപത്രിയിൽ ചികിത്സ തേടിയോ നടക്കുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. ഇതിനായാലും നല്ല ചൂടുള്ള പായസമാണ് മന്ത്രിയുടെ തലയിൽ വീണത്. എങ്ങനെ സംഭവിച്ചു, ആരുടെയെങ്കിലും കൈതട്ടി വീണതാണോ നടക്കുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വെള്ളാപ്പള്ളിയുടെ അനുഗ്രഹം ഏറ്റിട്ടുണ്ട്. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ. ഇത് മനഃപൂർവ്വം തലയിൽ ബിന്ദുകൃഷ്ണയുടെ തലയിൽ എറിഞ്ഞതായിട്ടാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് തോന്നിയത്. കാരണം ഇത് തട്ടാൻ ഉള്ള വകുപ്പില്ല. കാരണം അല്ലേ തന്നെ ഈ KSRTCയുടെ ബസ്സിൻ്റെ അകത്ത് ഈ പായസം കൊണ്ട് കയറേണ്ട ആവശ്യം എന്താണ്? കാരണം ഇവിടെ അങ്ങനെയാണെങ്കിൽ എല്ലാ ആളുകൾക്കും കൊടുക്കണം. നമ്മുടെ ആ ബസ്സിനകത്ത് നിൽക്കുന്ന എല്ലാ ആളുകൾക്കും കൊടുക്കണമല്ലോ. ബിന്ദുകൃഷ്ണയ്ക്ക് മാത്രമായിട്ട് അവിടെ നിന്നൊരു പായസം വെളിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നു. അത് കൊണ്ടുപോയി ബിന്ദുകൃഷ്ണയുടെ അടുത്തെത്തുമ്പോഴത്തേക്ക് തലയിലോട്ട് വീഴുന്നു. ഇത് മനഃപൂർവ്വം അന്ന് വെള്ളാപ്പള്ളിയെ കണ്ടതിന് ശേഷം ബിന്ദുകൃഷ്ണ പോയി കുമ്പിട്ട് നിന്നല്ലോ. അതിനുശേഷം ഇത് ബിന്ദുകൃഷ്ണയ്ക്ക് പണി കൊടുക്കണം എന്നും വിചാരിച്ച് അവിടെ ഉള്ള ഏതോ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ പ്രവർത്തക മനഃപൂർവ്വം ചെയ്തതാണ്. മനഃപൂർവ്വം ബിന്ദുകൃഷ്ണയുടെ തലയിലോട്ട് പായസം വാരി എറിഞ്ഞതാണ്, ചൂട് പായസം. അങ്ങനെയെങ്കിലും അവർ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു വികാരം അവർ പ്രകടിപ്പിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നല്ല കാര്യം തന്നെയാണ്. കാരണം വെള്ളാപ്പള്ളിയുടെ അനുഗ്രഹം കിട്ടിയ തലയില്ലേ, ഇച്ചിരി ചൂട് പായസം കൂടി ഇരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്തായാലും അവരത് കാണിച്ചത് എനിക്കത് ഒട്ടും അതിനോട് യോജിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. കാരണം നമ്മൾ കണ്ടതാണ് ഇലക്ഷന് തൊട്ട് മുന്നോടിയായി വിഷം തുപ്പി എറിയുന്ന വെള്ളാപ്പള്ളിയെയും അതുപോലെ അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന VD സതീശനെയൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. അങ്ങനെ ഒരു ഇതിൽ പോയി കാണുക, മിണ്ടുക, ഓക്കെ, പോയി കണ്ടോ, സംസാരിച്ചു, രാഷ്ട്രീയം വേറെ സൗഹൃദം വേറെ, അതൊക്കെ ഓക്കെയാണ്. പോയി കാണുക, മിണ്ടുക, ഈ പറഞ്ഞിട്ടുള്ള സൗഹൃദ സംഭാഷണങ്ങളിൽ ഏർപ്പെടുക, അതൊക്കെ ഓക്കെ. കൂടെ ഇരുന്ന് ചായ കുടിക്കുക, വെള്ളം കുടിക്കുക, ഫുഡ് കഴിക്കുക, എല്ലാം ഓക്കെ. പക്ഷേ ഈ കുമ്പിടുന്ന പരിപാടി അതിൻ്റെ പുറകിൽ നടക്കുന്ന ഒരു പ്ലാൻ എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കുമ്പിട്ട് നിന്നത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അല്ലേ. ആ കുമ്പിട്ട് നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്ക്, കാരണം അതിലൂടെ തന്നെ നമുക്ക് പരിഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഞാൻ എന്തായാലും ഇവിടെ പറയുന്നില്ല. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.